കോഴിക്കോട് പന്തലായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF ഭരണസമിതി അംഗങ്ങൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതിയെ പുറത്തുനിന്നെത്തിയ സംഘം ആക്രമിച്ചിരുന്നു. ഇതിനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയിരുന്നില്ല. ഇതിലാണ് UDFന്റെ പ്രതിഷേധം. RJDയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്തുനിന്നെത്തിയ ഒരാൾ ഓഫീസിൽ കയറി മർദ്ദിച്ചത്. ഇയാൾക്കെതിരെ പരാതി കൊടുക്കുവാൻ പ്രസിഡന്റ് തയ്യാറായില്ല. ഇതിനെതിരെയാണ് UDFന്റെ പ്രതിഷേധം. സംഭവത്തെപ്പറ്റി UDF അംഗങ്ങൾ പറയുന്നത് ഇങ്ങനെ: സെക്രട്ടറി ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൽ ഒരു മറുപടി തന്ന് തൃപ്തികരമല്ല, അത് പ്രസിഡന്റ് ബന്ധുവാണെന്നും ഇവിടുത്തെ സാധന സാമഗ്രികൾക്കൊന്നും യാതൊരു കേടുപാടും പറ്റാത്തതുകൊണ്ട് നടപടിയൊന്നും വേണ്ടാന്നുള്ള രീതിയിലാണ് അവരെടുത്ത് ഇന്നത് ഭരണസമിതി ഞങ്ങൾ ഉന്നയിക്കുകയും ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ വ്യക്തമായ മറുപടി പ്രസിഡന്റോ മറ്റ് ഭരണസമിതി അംഗങ്ങളോ തരാത്തതുകൊണ്ട് ആ പ്രതിഷേധം ഞങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക്, അതായത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഇവിടെ ആർക്കും കയറി ഒരു നടമാടാനുള്ള ഒരു അവസരമാക്കി മാറ്റരുത്. അതിന് UDFന്റെ ജനപ്രതിനിധികൾ ഒറ്റക്കാട്ടായി നിൽക്കും. കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ടാണ് പ്രസിഡന്റിനെ ആക്രമിക്കുന്നതും വൈസ് പ്രസിഡന്റിനെ അസഭ്യം പറയുന്നത്. പ്രസിഡന്റിന്റെ ബന്ധുവാണെന്ന് പറയുന്നു, പ്രസിഡന്റിന് പരാതിയില്ല. അപ്പം വൈസ് പ്രസിഡന്റിനും പരാതിയില്ല, വൈസ് പ്രസിഡന്റിനെ അസഭ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തുടരണമെങ്കിൽ പ്രസിഡന്റ് രാജിവെക്കണം. ആക്രമണം നടത്തിയ ആൾക്കെതിരെ പരാതി കൊടുക്കുമെന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.